ആദർശും നവ്യയും കൂടെ കൂടിയിട്ട് വന്ന ഉടനെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്തായിരുന്നു നിങ്ങൾ എവിടെ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് വരെ പോയതാണെന്ന് പറയുമ്പോൾ ഇതെന്തായി കാണുന്നൊക്കെ ചോദിക്കണം മുത്തശ്ശൻ. അപ്പൊ ഈ ഫോട്ടോയൊക്കെ കണ്ടിട്ട് ആദർശ് ചോദിക്കുകയാണ്, ഇതൊക്കെ എങ്ങനെ ഇവിടെ ഒന്നും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, നിനക്കൊന്നും അറിയില്ലല്ലേ എടി, കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടന്നിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയാണ്. അഭി പറയാണ്, എന്റെ ജീവിതം ആകെപ്പാടെ പോയി, ഇതുപോലെ നശിച്ചവളെ കെട്ടിയിട്ട് ദാ ഇപ്പൊ എന്റെ ജീവിതം എല്ലാം പോയി. ഇത്രയും നാളൊരു പാല് കെട്ടിവെച്ച് എല്ലാരും കബളിപ്പിച്ചു, ഇപ്പതാ ഇങ്ങനെ കബളിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നയന നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്, മുത്തശ്ശ ഇതുപോലെ നിർമ്മൽ എന്ന് പറഞ്ഞൊരാള് ചേച്ചീനെ ഇങ്ങനെ ശല്യപ്പെടുത്തായിരുന്നു. അപ്പോൾ അത് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദർശിനോട് പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവനെ പിടിക്കാനാ പോയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദർശ് പറയാണ്, ഇന്നലെ രാത്രിയിൽ അവൻ ഇവളെ ഭീഷണിപ്പെടുത്തി പുറത്തോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവരുടെ കാണാൻ പോയപ്പോൾ ഞാൻ പുറകെ പോയി. ഇവളെ അവനെ പിടികൂടാൻ ശ്രമിക്കുന്ന സമയത്ത് അവനിവളെ തള്ളി വിട്ടു. അങ്ങനെ അവളുടെ കൈയൊക്കെ മുറിഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയാണ്, കേട്ടോ എന്തൊക്കെ കള്ളത്തരങ്ങൾ ഈ വീട്ടിൽ നടക്കണമെന്ന് കണ്ടോ, ഏതോ ഒരുത്തന്റെ കൂടെ അഴിഞ്ഞിടാൻ പോയിട്ട് വന്നവളാ, നാണമില്ലല്ലോ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോടി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യനെ ഇങ്ങനെ ഇറക്കിവിടാൻ നോക്കുകയാണ് ജലജ. ആദർശ് പറയുന്നുണ്ട്, അപ്പച്ചി വിചാരിക്കുന്നത് പോലെ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് പറയുന്നതിന് കാര്യമില്ല ജലജ്, ആദർശ് പറഞ്ഞത് കേക്ക്, അവൻ പറഞ്ഞില്ല ഒരു തെറ്റുമില്ല എന്ന്, പിന്നെ എന്തിനാ നീ അവളെ കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി പോകാൻ പറഞ്ഞ് തള്ളിവിടുമ്പോഴേക്കും നവ്യ ബോധം കിട്ട് താഴെ വിടുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഇതൊക്കെ ഇവളുടെ അടവാ, ആരും വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന ഓടിന്ന് ചേച്ചി എന്നും പറഞ്ഞിട്ട് നവ്യനെ ഇങ്ങനെ പിടിച്ചു പൊക്കുന്നുണ്ട്. ചേച്ചി എഴുന്നേക്ക് ചേച്ചി എന്ന് പറഞ്ഞ് പിടിച്ചു പൊക്കി കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴേക്കും നവ്യ പറയാണ്, നയനെ എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല, ശരീരം ആകെപ്പാടെ ക്ഷീണമാണെന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ ജയനോട് പറയാണ്, ജയ എത്രയും പെടുന്ന ഒരു ഡോക്ടറെ വിളിക്കാൻ പറയുമ്പോൾ ഡോക്ടർ എന്ന് വിളിക്കുന്ന ഒരു കാര്യമില്ല, ഇതെല്ലാം ഇവളുടെ അഭിനയവാ, ഇവളുടെ വീട്ടുകാരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ബോധം കിട്ടുക വീഴുക എന്നുള്ളത് ഇവരുടെയൊക്കെ ഒരു അടവാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ മിണ്ടായി പോകരുത്, നീ ഈ വീട്ടിലൊരു അംഗമാണ്, പക്ഷെ നിന്റെ പെരുമാറ്റം ഒന്നും അങ്ങനത്തെ അല്ല, നിന്നെ സ്വന്തം മോളെ പോലെ ഞാൻ കണക്കാക്കിയത്, പക്ഷെ നീ ഇപ്പൊ അങ്ങനൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അബിയെ ഇങ്ങനെ കഴുത്തിന് പിടിച്ചിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഭർത്താവായിട്ടുള്ളൊരു കാര്യം പോലും പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകട, അല്ലാതെ അവളുടെ കുറ്റമല്ല. ഒരു സ്വന്തം ഭാര്യനെ ഇങ്ങനെ ഒരുത്തിന് ഭീഷണിപ്പെടുത്തുമ്പം അതിന് സപ്പോർട്ടായിട്ട് നിന്ന് അവളെ സ്നേഹിക്കേണ്ടതും അവൾക്ക് വേണ്ട പരിചരണം കൊടുക്കേണ്ടതും ഭർത്താവിന്റെ കടമയാ, അതല്ലാതെ അവളെ കുറ്റപ്പെടുന്ന നീയൊക്കെ ഒരു ഭർത്താവാണോ എന്ന് ചോദിച്ചിട്ട് അബിയെ കുറെ കുറ്റപ്പെടുന്നുണ്ട്. അവളെ അകത്തേക്ക് കൊണ്ട് കിടത്താൻ പറയുന്നുണ്ട് നയനയോട്. അങ്ങനെ നയനയും ആദർശവും കൂടിയിട്ട് നവ്യയുടെ മുറിയിലേക്ക് നവ്യനെ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. നയന പറയാണ്, ചേച്ചി വിഷമിക്കണ്ട, ചേച്ചി ഒരാഴ്ചയായിട്ട് ഭയങ്കര മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലല്ലായിരുന്നോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ടാ ചേച്ചി വിഷമിക്കുമെന്ന് വേണ്ടി ഇപ്പൊ ഡോക്ടർ വരുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്റെ കൂടെ കട്ടയ്ക്ക് നിന്നിരിക്കും, നിർമ്മലിനെ എത്രയും പെട്ടെന്ന് പിടിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശനും പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ആദർശ് പറയണ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് പോരാ, എത്രയും പെട്ടെന്ന് ശക്തമായ അന്വേഷണം ഉണ്ടാവണം, അതിന്റെ പിന്നിൽ ആരുണ്ടെങ്കിൽ തന്നെ അവനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഡോക്ടർ വരികയാണ്. ഡോക്ടറുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, നേരത്തെ ഞങ്ങൾക്ക് ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നു, അവർ ഞങ്ങളെ മാറ്റിയതാ, കാരണം ഈ വീട്ടിലൊരു മരുമകൾക്ക് ഗർഭമില്ലാഞ്ഞിട്ടും ഗർഭമുണ്ടെന്ന് പറയുന്ന അവർ കള്ളത്തരം കാണിച്ച് കൂടെ നിന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ഡോക്ടർ പറയാണ്, അവരെ ഞാൻ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, ആ പെൺകുട്ടി കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയപ്പം വേറെ നിവൃത്തിയില്ലാതെ അവർ പറഞ്ഞു പോയെന്നാ പറയുന്നത്, അതൊക്കെ അപൂർവമായ കേസാ, ഞാനെന്തായാലും അങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് അബിയോട് നയന ചോദിക്കുന്നുണ്ട്, എന്താ അബി നീ കാണിച്ചു കൂട്ടുന്നൊക്കെ, അവൾ നിന്റെ ഭാര്യയല്ലേ, നിനക്ക് കുറച്ചെങ്കിലും അവളുടെ സ്നേഹം കാണിച്ചിരുന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്നോട് ഒരു കാര്യം മിണ്ടാൻ വരണ്ട, ഈ കാരണമല്ല സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് അബി നയനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ സമയത്ത് ഡോക്ടർ നവ്യനെ പരിശോധിക്കുകയാണ്. പരിശോധിച്ചതിന് ശേഷം അവർ ഇറങ്ങി വന്നിട്ട് അബിയോടും നയനയോടും പറയുന്നുണ്ട്, വേറെ പേടിക്കാനൊന്നുമില്ല, നവ്യ ഗർഭിണിയാണെന്ന് പറയുമ്പോഴേക്കും അബി ഞെട്ടിപ്പോകുന്നുണ്ട്. നയനയ്ക്കും നവ്യയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. സന്തോഷമായ കാര്യ, ഇയാളല്ലേ ഹസ്ബൻഡ്, താങ്കളുടെ അച്ഛനാവാൻ പോവാണെന്നൊക്കെ പറയുമ്പോഴേക്കും അബി ശരിക്കും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും അബി ആണെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞിടാൻ വേണ്ടിയിട്ട് എല്ലാ പ്ലാനിങ്ങും ഒരു വിധത്തിൽ കരക്കടിപ്പിച്ച് കൊണ്ടുവരായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അബിയാണ് ഞെട്ടലോട് കൂടിയിട്ട് ഇങ്ങനെ ആ ഡോക്ടറെ നോക്കുന്നുണ്ട്. വാ ചേച്ചി എന്നും പറഞ്ഞിട്ട് നവ്യനെ കൂട്ടിക്കൊണ്ട് നയന താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അബിയും അവരുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇതേ സമയത്ത് ഡോക്ടർ പോയിട്ട് മുത്തശ്ശനോട് പറയാണ്, നിങ്ങളുടെ നവ്യ നിങ്ങളുടെ മരുമകള് ഒരു അമ്മയാകാൻ പോവാണ്, കുട്ടി ഗർഭിണിയാണെന്ന് പറയുന്നുണ്ട്. മറ്റേ ഡോക്ടർ പറഞ്ഞാലൊന്നും അല്ല കേട്ടോ, ശരിക്കും അവള് ഗർഭിണിയാണ് എന്ന് മുത്തശ്ശനോട് പറയുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി പറയാണ്, എന്തായാലും ഇനി പാട് കിട്ടി വെച്ച് നടന്ന് ആരും പറ്റിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് നവ്യനെ ഒന്ന് കളിയാക്കുന്നുണ്ട്.
അപ്പോഴേക്കും അഭി പറയാണ് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് നീ എന്താണ് പറഞ്ഞത്, നീ ഒരു അച്ഛനാവാൻ പോവാ, സന്തോഷം നിനക്ക് കാണുന്നില്ലെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ സന്തോഷിക്കാനാ മുത്തശ്ശ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവൾ എന്നോടൊരു കാര്യം പോലും പറയുന്നില്ല. സ്വന്തം ഭർത്താവ് എന്നെ മറച്ചു വെച്ചുകൊണ്ട് കണ്ട ആണുങ്ങളുടെ കൂടെ കറങ്ങി ഇവളുടെ വയറ്റിലുള്ളത് എന്റെ കുഞ്ഞാണെന്ന് എനിക്ക് എങ്ങനെ വിശ്വസിക്കാനാകുമെന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാവരും ഇവിടെ ഞെട്ടി നിൽക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട് നീ എന്താടായി പറഞ്ഞത്, നിന്റെ കുട്ടിയല്ലെന്നോ? അതെ, എന്റെ കുട്ടിയല്ല അവളുടെ വയറ്റിൽ കിടക്കുന്നത്, മറ്റാരുടെയോ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അബി പറയാണ് അതെ അബി ആവശ്യമില്ലാത്തത് പറയരുത്, അവനെനിക്ക് അറിയത്തുകൂടി ഇല്ലെന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് അബി നിനക്കത്ര വിവരമില്ലേ, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഫോട്ടോസൊക്കെ ഉണ്ടാക്കാൻ എന്ത് എളുപ്പമാണെന്ന് അറിഞ്ഞൂടെ, ഒരു വീഡിയോ വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എയുടെ കാലമാണിതെന്ന് പറയുമ്പോഴേക്കും അബി പറയുന്നുണ്ട് ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ പൊട്ടനാണല്ലോ, എല്ലാവരും എന്റെ തലയിലേക്ക് എല്ലാം അടിച്ചേൽപ്പിച്ചാൽ മതിയല്ലോ, ഇനിയിപ്പൊ അങ്ങനെ നടന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അബി കുറെ കിടന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ മുമ്പോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് അപ്പൊ നിനക്ക് എന്നെ വിശ്വാസമില്ലല്ലേ, നിനക്ക് വിശ്വാസമില്ലാത്തത് മാത്രമാണ് ഞാൻ നിന്നോടും നിന്റെ അമ്മയോടും ഒരു കാരണം പോലും പറയാഞ്ഞത്, ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിഞ്ഞാൽ നീ അപ്പോൾ തന്നെ എന്നെ ഇവിടുന്ന് ഇറക്കിടയ്ക്ക് ശ്രമിക്കാമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിന്നോട് ഒരു കാര്യം പോലും ഞാൻ പറയാനെന്നൊക്കെ നവ്യ പറഞ്ഞ് കരയുന്നുണ്ട്. എന്നിട്ട് നവ്യ ചോദിക്കുകയാണ് ഈ കുട്ടി നിന്റെ അല്ലെന്നാണോ നീ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതെ ഇത് എന്റെ കുഞ്ഞല്ല, നിന്റെ വയറ്റുള്ള കുഞ്ഞ് എന്റെ അല്ല എന്ന് പറയുമ്പോഴേക്കും നവ്യ അബിയുടെ കർണത്തിലിട്ട് ആഞ്ഞൊരു അടി അടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും മുത്തശ്ശിയും എല്ലാവരും ചാടി എഴുന്നേക്കാണ്. അതുപോലെ ദേവ്യാനിയും ജലജയും ജയനും എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവളുടെ ഭാഗത്തൊന്നും ഇങ്ങനെ ഒരു അടി ആരും പ്രതീക്ഷിച്ചു കാണില്ല, പക്ഷെങ്കിൽ അബിക്ക് അത് കിട്ടേണ്ട അടി തന്നെയായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും ഞെട്ടിലോടുകൂടി നിൽക്കുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിലും എന്താണ് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അബിയാണെങ്കിലും ഇനി രൂക്ഷമായിട്ട് അവളെ നോക്കാണ്. കണ്ടില്ലേ, എല്ലാവരും മുമ്പിൽ വെച്ച് തന്നെ അവളെന്റെ മകന്റെ കർമ്മത്തെ കൈവച്ചത് കണ്ടില്ലേ, ഇതിൽ പറയുമ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്, അനന്തപുരം തറവാട്ടില് ഇങ്ങനെ ഒരു കാഴ്ച ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കുകയാണ്. നയനയാണെങ്കിലോ നല്ല ഓർമ്മ കൊടുത്ത് നന്നായി എന്നുള്ള ഭാവത്തില് ആദർശിനടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയാണ് എന്തായാലും നിനക്കത് ആവശ്യമായിരുന്നു, ഞാൻ നിനക്ക് മുമ്പ് ഒരു അടി തന്നിരുന്നു, അതിന്റെ ബാക്കി നിനക്ക് ഇന്ന് ഒരെണ്ണം കിട്ടുവാടാന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നിന്റെ ഭാര്യയുടെ കൈകൊണ്ടായത് എന്തുകൊണ്ട് നന്നായി, സ്വന്തം ഭാര്യയുടെ വയറ്റുള്ളത് തന്റെ കുട്ടിയല്ലെന്ന് പറയുന്ന ഒരു വൃത്തിയുടെ ഭർത്താവാണ് നീ, ഭർത്താവ് എന്ന് പറയാൻ പോലും നിനക്ക് അവകാശമില്ല, അത്രയ്ക്കും ചീപ്പാണ് നീ എന്ന മുത്തശ്ശൻ അബിയോട് പറയുന്നുണ്ട്. അബിയാണെങ്കിൽ നവ്യനെ ഇങ്ങനെ കലിപ്പിച്ചിങ്ങനെ നോക്കി വല്ലാത്തൊരു ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വല്ലാത്തൊരു ഭാവത്തില്. നവ്യാണെങ്കിൽ ആകെപ്പാടെ വല്ലാണ്ടൊരു അവസ്ഥയിലേക്ക് ആവാണ്. താൻ ഗർഭിണിയെന്ന് പറയുമ്പോൾ തന്റെ ഭർത്താവ് ഒരുപാട് സന്തോഷിക്കുമെന്നാണ് ശരിക്കും നവ്യ കരുതിയത്. അങ്ങനെ ജലജയാണെങ്കിലും ആ ഒരു ഷോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവളിങ്ങനെ ആ തല്ലിയൊരു ഷോക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും റിവ്യൂസിനായിട്ടും അതുപോലെ തന്നെ വരാനേക്കുന്ന സ്റ്റോറീസിന്റെ എല്ലാം റിവ്യൂ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.